കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാരാമെട്രിക് ഫംഗ്ഷൻസ് എന്താണെന്നും എങ്ങനെയാണ് പാരാമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യാമെന്നും പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സസൈസ് 5.6 പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് dy by dx if x equal to 2at square y equal to at raised to 4. ഇവിടെ നമുക്ക് രണ്ട് പാരാമെട്രിക് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ x equal to 2at square. അവിടുത്തെ സെക്കൻഡ് പാരാമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടി ആണ്. അതുപോലെ തന്നെ വൈയിലും ഒരു ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. സോ നമ്മൾ എങ്ങനെയാണ് ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യാം? ഫസ്റ്റ് നമ്മൾ ഡി എക്സ് ബൈ ഡി ടി ഫൈൻഡ് ചെയ്യണം. ടി ഫൈൻഡ് ചെയ്യാൻ കാരണം എന്താ? ഇവിടെ റൈറ്റ് സൈഡിൽ ടി എന്ന് പറഞ്ഞ ഫംഗ്ഷനിലാണ് കിടക്കുന്നത്. സോ ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് 2at സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 2a എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അത് ഔട്ട് സൈഡ് എടുക്കുക. ദാറ്റ് ഈസ് 2a ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ. ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2x ആണ്. ഇവിടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ടിയിലായതുകൊണ്ട് തന്നെ ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2t. ദാറ്റ്സ് ഈക്വൽ ടു 2a ഇൻറ്റു 2t. 2 ഇൻറ്റു 2 4at. നെക്സ്റ്റ് വൈയുടെ കേസ് എടുക്കാം. ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എ ടി റേസ് ടു 4. ദാറ്റ്സ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ്, അതിന് ഔട്ട് സൈഡ് എടുത്തു. ദെൻ ഡി ബൈ ഡി ടി ഓഫ് ടി റേസ് ടു 4 ദാറ്റ് ഈസ് 4 ഇൻറ്റു ടി റേസ് ടു 3 ദാറ്റ്സ് ഈക്വൽ ടു 4at ക്യൂബ്. നെക്സ്റ്റ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. ദാറ്റ്സ് ഈക്വൽ ടു അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താ? ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. ദാറ്റ്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ 4at ക്യൂബ് ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ 4at. ഈ 4aയും 4aയും ക്യാൻസൽ ചെയ്ത് പോയി. ബാലൻസ് എന്തുണ്ട്? ടി ക്യൂബ് ഡിവൈഡ് ബൈ ടി. ദാറ്റ് ഈസ് ഈ ടിയും ഇവിടുത്തെ ഒരു ടിയും ക്യാൻസൽ ചെയ്ത് പോയി. ബാലൻസ് എന്ത് വരും? ടി റേസ് ടു 2. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് dy by dx. x equal to sin t and y equal to cos 2t. Then first dx by dt. That's equal to d by dt of sin t. That's equal to sin t യുടെ ഡെറിവേറ്റീവ് cos t. Then next dy by dt equal to d by dt of cos 2t. That's equal to cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ, ഇവിടെ 2t ആണ്, 2t എഴുതി, ഇൻറ്റു ഇവിടെ 2t എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കിടക്കുന്നുണ്ട്. അതായത് കോസിന്റെ ഇൻസൈഡ് കിടക്കുന്ന ഒരു ഫംഗ്ഷനാണ് 2t. സോ 2tയുടെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി ടി ഓഫ് 2t ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് സൈൻ 2t ഇൻറ്റു 2tയുടെ ഡെറിവേറ്റീവ് 2 ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 2 സൈൻ 2t. നെക്സ്റ്റ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. ദാറ്റ്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ മൈനസ് 2 സൈൻ 2t ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ കോസ് ടി. ഇവിടെ നോക്കിയാൽ സൈൻ 2t നമുക്കറിയാം. സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 സൈൻ തീറ്റ കോസ് തീറ്റയാണ്. ദെർഫോർ ഈ ന്യൂമിനേറ്ററിനെ നമുക്ക് എങ്ങനെ മാറ്റാം? മൈനസ് 2 ഇൻറ്റു 2 സൈൻ ടി കോസ് ടി ഡിവൈഡഡ് ബൈ കോസ് ടി. ഈ കോസ് ടിയും ക്യാൻസൽ ചെയ്ത് പോയി. ബാലൻസ് എന്ത് വരും? മൈനസ് 4 സൈൻ ടി. നെക്സ്റ്റ് ഫിഫ്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് dy by dx. If x equal to cos theta minus cos 2 theta and y equal to sin theta minus sin 2 theta. സോ നമ്മൾ സാധാരണ ചെയ്യണ പോലെ dx by d theta equal to d by d theta of cos theta minus cos 2 theta equal to d by d theta of cos theta minus d by d theta of cos 2 theta equal to cos theta ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ മൈനസ് ഇവിടെ കോസ് 2 തീറ്റ ആണ്. അപ്പൊ ആദ്യം നമ്മൾ കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എടുക്കാം. ദാറ്റ് ഈസ് മൈനസ് സൈൻ 2 തീറ്റ ഇൻറ്റു ഡി ബൈ ഡി തീറ്റ ഓഫ് 2 തീറ്റ ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ മൈനസും മൈനസും ചേർന്ന് പ്ലസ് സൈൻ 2 തീറ്റ ഇൻറ്റു ഡി ബൈ ഡി തീറ്റ ഓഫ് 2 തീറ്റ. 2 തീറ്റയുടെ ഡെറിവേറ്റീവ് 2 ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ പ്ലസ് 2 സൈൻ 2 തീറ്റ. നെക്സ്റ്റ് ഡി വൈ ബൈ ഡി തീറ്റ ഈക്വൽ ടു ഡി ബൈ ഡി തീറ്റ ഓഫ് സെപ്പറേറ്റ് കൊടുക്കാം നമുക്ക് സൈൻ തീറ്റ minus d by d theta of sin 2 theta equal to
സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ മൈനസ് ഇവിടെയും സൈൻ 2 തീറ്റയാണ്. അപ്പോൾ സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് 2 തീറ്റ ഇൻറ്റു ഡി ബൈ ഡി തീറ്റ ഓഫ് 2 തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ മൈനസ് കോസ് 2 തീറ്റ ഇൻറ്റു ഡി ബൈ ഡി തീറ്റ ഓഫ് 2 തീറ്റ ദാറ്റ് ഈസ് 2. ദാറ്റ്സ് ഈക്വൽ ടു കോസ് തീറ്റ മൈനസ് 2 കോസ് 2 തീറ്റ. നെക്സ്റ്റ് dy by dx ഈക്വൽ ടു dy by dx divided by dx by d theta. dy by d theta divided by dx by d theta equal to dy by d theta എന്ന് പറഞ്ഞാൽ cos theta minus 2 cos 2 theta divided by dx by d theta എന്ന് പറഞ്ഞാൽ minus sin theta plus 2 sin 2 theta. ഇതിനൊന്ന് ഓർഡറിൽ എഴുതുമ്പോൾ എന്ത് വരും? cos theta minus 2 cos 2 theta divided by പോസിറ്റീവിനെ ഞാൻ ആദ്യം എഴുതാൻ പോകുന്നത് 2 sin 2 theta minus sin theta. നെക്സ്റ്റ് 7th question. Find dy by dx if x equal to sin cube t divided by root of cos 2t, y equal to cos cube t divided by root of cos 2t. Then ഫസ്റ്റ് നമുക്ക് dx by dt equal to, ഇവിടെ നോക്കിയേ ഈ ടേം ഒരു റാഷണൽ ഫംഗ്ഷനാണ്, അതായത് ന്യൂമിനേറ്ററും ഡിനോമിനേറ്ററുള്ള ടേമാണ്. അപ്പം ഇങ്ങനെ ഒരു ടേം വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. കോഷ്യൻ റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? യു ബൈ വി ഓൾ ഡാഷ് ദാറ്റ്സ് ഈക്വൽ ടു വി ഇൻറ്റു യു ഡാഷ് മൈനസ് യു ഇൻറ്റു വി ഡാഷ് ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്തിട്ടാണ് നമുക്കിവിടെ ചെയ്യാനായിട്ട്. സോ ഇവിടെ യു എന്ന് പറയുന്നത് സൈൻ ക്യൂബ് ടിയും വി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് കോസ് 2t ആണ്. അപ്പോൾ ഫസ്റ്റ് എന്താ പറയുന്നത്? വി ഇൻറ്റു യു ഡാഷ്. ഇവിടെ വി എന്ന് പറഞ്ഞാൽ റൂട്ട് കോസ് 2t ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് സൈൻ ക്യൂബ് ടി മൈനസ് യു ഇൻറ്റു യു എന്ന് പറഞ്ഞാൽ സൈൻ ക്യൂബ് ടി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് റൂട്ട് ഓഫ് കോസ് 2t ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കോസ് 2t ഓൾ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് കോസ് 2t ഇൻറ്റു ഇവിടെ നോക്കിയേ ഡി ബൈ ഡി ടി ഓഫ് സൈൻ ക്യൂബ് ടി ആണ്. അതായത് ഡി ബൈ ഡി ടി ഓഫ് സൈൻസ് ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇവിടെ പവർ ഉള്ളത് കൊണ്ട് തന്നെ പവറിന്റെ ഡെറിവേറ്റീവ് ആദ്യം എടുക്കാം. അതായത് എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 3x² ആണ്. ഇവിടെ എക്സിന്റെ പ്ലേസിൽ സൈൻ ടി ആണ്. സോ എന്ത് വരും? 3 ഇൻറ്റു സൈൻ സ്ക്വയർ ടി. ഇനി എന്ത് ചെയ്യണം? പവറിന് ഇൻസൈഡ് ചെല്ലാം. ഇൻസൈഡ് സൈൻ ടി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. സോ ഡി ബൈ ഡി ടി ഓഫ് സൈൻ ടി മൈനസ് ഇവിടെ എന്തുണ്ട്? സൈൻ ക്യൂബ് ടി ഇൻറ്റു ഇവിടെ നോക്കിയേ റൂട്ട് ഓഫ് കോസ് 2t, അതായത് റൂട്ട് എക്സ്. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1/2 റൂട്ട് എക്സ്. ഇവിടെ എന്ത് വരും? 1/2 റൂട്ട് കോസ് 2t. നെക്സ്റ്റ് ഈ റൂട്ടിന് ഇൻസൈഡ് ഒരു ഫംഗ്ഷൻ ഉണ്ട് കോസ് 2t. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കാം. ദാറ്റ് ഈസ് ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് കോസ് 2t ഓൾ ഡിവൈഡഡ് ബൈ ഇവിടെ നോക്കിയാൽ റൂട്ട് ഓഫ് കോസ് 2t ഓൾ സ്ക്വയർ, അതായത് റൂട്ട് എക്സ് ഓൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? ദാറ്റ് ഈസ് എക്സ് ആണ്. സോ നമുക്കിവിടെ എന്ത് എഴുതാം? ദാറ്റ് ഈസ് കോസ് 2t ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് കോസ് 2t ഇൻറ്റു 3 സൈൻ സ്ക്വയർ ടി ഇൻറ്റു സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി മൈനസ് സൈൻ ക്യൂബ് ടി ഡിവൈഡഡ് ബൈ 2 റൂട്ട് കോസ് 2t ഇൻറ്റു കോസ് 2tയുടെ ഡെറിവേറ്റീവ്, അതായത് കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ 2t ഇൻറ്റു 2tയുടെ ഡെറിവേറ്റീവ് എടുക്കണം. 2tയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? ഡി ബൈ ഡി ടി ഓഫ് 2t ദാറ്റ് ഈസ് 2. അത് ഞാൻ ഒരുമിച്ച് എഴുതാണ്. ഓൾ ഡിവൈഡഡ് ബൈ കോസ് 2t ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ നോക്കിയാൽ ഈ ടേമിൽ ഡിനോമിനേറ്റർ ഉണ്ട്, ഈ ടേമിൽ ഡിനോമിനേറ്റർ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ എന്ത് വരും? 2 റൂട്ട് കോസ് 2tനെ ഈ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 2 റൂട്ട് കോസ് 2t ഇൻറ്റു റൂട്ട് കോസ് 2t ഇൻറ്റു 3 സൈൻ സ്ക്വയർ ടി ഇൻറ്റു കോസ് ടി മൈനസ് ഇവിടെ ഡിനോമിനേറ്റർ 1 ആയതുകൊണ്ട് ഈ ടൈം അതുപോലെ തന്നെ എഴുതാം. ഈ മൈനസും ഇവിടുത്തെ ഒരു മൈനസും ചേർന്ന് പ്ലസ് ആവും. ദെൻ ഇവിടെ ഒരു 2 ഉണ്ട്. ദാറ്റ് ഈസ് 2 സൈൻ ക്യൂബ് ടി ഇൻറ്റു സൈൻ 2t ഓൾ ഡിവൈഡഡ് ബൈ
ഈ 2 റൂട്ട് കോസ് 2t എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ വരും. അതുപോലെ തന്നെ ഇവിടെ ഒരു കോസ് 2t ഉണ്ട്. ദാറ്റ് ഈസ് 2 കോസ് 2t ഇൻറ്റു റൂട്ട് ഓഫ് കോസ് 2t. ഈ ഫസ്റ്റ് ടേം എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 2 ഉണ്ട്. ഈ സെക്കൻഡ് ടേമിലും ഒരു 2 ഉണ്ട്. അപ്പോൾ ആ 2നെ ഞാൻ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കണം. ദാറ്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റു, അതുപോലെ തന്നെ ഇവിടെ നോക്കി ഇവിടെ റൂട്ട് കോസ് 2tയും ഇൻറ്റു റൂട്ട് കോസ് 2t. ദാറ്റ് ഈസ് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സിനെ നമുക്ക് എക്സ് എന്ന് എഴുതാം. ദെയർഫോർ റൂട്ട് കോസ് 2t ഇൻറ്റു റൂട്ട് കോസ് 2tനെ നമുക്ക് കോസ് 2t ഇൻറ്റു ഈ 3നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എഴുതാണ്, 2 ഔട്ട് സൈഡ് എടുത്തതാണ്. ദെൻ സൈൻ സ്ക്വയർ ടി ഇൻറ്റു കോസ് ടി പ്ലസ് 2 ഔട്ട് സൈഡ് പോയി, ബാലൻസ് എന്ത് വരും? സൈൻ ക്യൂബ് ടി ഇൻറ്റു സൈൻ 2t ഡിവൈഡഡ് ബൈ 2 കോസ് 2t ഇൻറ്റു റൂട്ട് കോസ് 2t. ഈ 2ഉം കൂടി ക്യാൻസൽ ചെയ്ത് പോകും. ബാലൻസ് എന്ത് വരും? 3 കോസ് 2t ഇൻറ്റു സൈൻ സ്ക്വയർ ടി ഇൻറ്റു കോസ് ടി പ്ലസ് സൈൻ ക്യൂബ് ടി ഇൻറ്റു സൈൻ 2t ഡിവൈഡഡ് ബൈ 2 കോസ് 2t ഇൻറ്റു റൂട്ട് ഓഫ് കോസ് 2t. ഇതാണ് dx ബൈ dt എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യണം? dy ബൈ dt. dy ബൈ dt ഈക്വൽ ടു, ഇവിടെയും നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. ഇവിടെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് ഡിനോമിനേറ്റർ, ദാറ്റ് ഈസ് v ഇൻറ്റു കോസ് 2t ഇൻറ്റു യു ഡാഷ്, ദാറ്റ് ഈസ് d ബൈ dt ഓഫ് കോസ് ക്യൂബ് t മൈനസ് u ഇൻറ്റു ദാറ്റ് ഈസ് കോസ് ക്യൂബ് t ഇൻറ്റു d ബൈ dt ഓഫ് റൂട്ട് ഓഫ് കോസ് 2t divided by root cos 2t all square. That's equal to root cos 2t into ഇവിടെ cos cube t, അതായത് പവറിൻ്റെ ഡെറിവേറ്റീവ് ആദ്യം, ദാറ്റ് ഈസ് 3 cos square t into d by dt of cos t മൈനസ് cos cube t into ഇവിടെ പവറായിട്ട് റൂട്ടാണ്, അപ്പോൾ റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 1/2 റൂട്ട് ഓഫ് cos 2t. Then റൂട്ടിന് ഇൻസൈഡ് എടുക്കുന്ന വാല്യൂവിൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് d ബൈ dt ഓഫ് കോസ് 2t ഡിവൈഡഡ് ബൈ ഇവിടെ റൂട്ട് കോസ് 2t ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? കോസ് 2t ഈക്വൽ ടു റൂട്ട് കോസ് 2t ഇൻറ്റു 3 കോസ് സ്ക്വയർ t ഇൻറ്റു d ബൈ dt ഓഫ് കോസ് t, കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ t മൈനസ് കോസ് ക്യൂബ് t ഇൻറ്റു ഡിവൈഡഡ് ബൈ 2 റൂട്ട് കോസ് 2t ഇൻറ്റു കോസ് 2tയുടെ ഡെറിവേറ്റീവ്, അതായത് കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ 2t ഇൻറ്റു 2tയുടെ ഡെറിവേറ്റീവ് 2 ഡിവൈഡഡ് ബൈ കോസ് 2t. നെക്സ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതിന് ഞാൻ ആദ്യം എഴുതാണ്. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് സൈൻ ടി ഇൻറ്റു ഇവിടെ ഒരു 3 ഉണ്ട്, ഇതിനെ ഞാൻ ഇവിടെ ആദ്യം എഴുതി. That is minus 3 sin t into cos square t into root of cos 2t into ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഈ 2 റൂട്ട് കോസ് 2t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 2 റൂട്ട് കോസ് 2t. ദെൻ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ദെൻ പ്ലസ് ഈ ഒരു 2നെ ആദ്യം എഴുതി 2 കോസ് ക്യൂബ് ടി ഇൻറ്റു സൈൻ 2t ഡിവൈഡഡ് ബൈ 2 റൂട്ട് കോസ് 2t ഇൻറ്റു കോസ് 2t. ദാറ്റ്സ് ഈക്വൽ ടു ഈ രണ്ട് ടൈമിൽ ഒരു 2 ഉണ്ട്, ആ 2നെ ഞാൻ ഔട്ട് സൈഡ് എടുക്കുകയാണ്. ദാറ്റ് ഈസ് 2 ഇൻറ്റു മൈനസ് 3 സൈൻ ടി ഇൻറ്റു കോസ് സ്ക്വയർ ടി. ഇവിടെ നോക്കിയാൽ റൂട്ട് കോസ് 2t ഇൻറ്റു റൂട്ട് കോസ് 2t, അപ്പോൾ എന്താവും? കോസ് 2t പ്ലസ് കോസ് ക്യൂബ് ടി ഇൻറ്റു സൈൻ 2t ഡിവൈഡഡ് ബൈ 2 റൂട്ട് കോസ് 2t ഇൻറ്റു കോസ് 2t. ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു, ബാലൻസ് എന്ത് വരും? മൈനസ് 3 സൈൻ ടി ഇൻറ്റു കോസ് സ്ക്വയർ ടി ഇൻറ്റു കോസ് 2t പ്ലസ് കോസ് ക്യൂബ് ടി ഇൻറ്റു സൈൻ 2t ഡിവൈഡഡ് ബൈ 2 റൂട്ട് കോസ് 2t ഇൻറ്റു കോസ് 2t. ഇതായിരിക്കും dy ബൈ dt. നെക്സ്റ്റ് നമുക്ക് dy ബൈ dx ഫൈൻഡ് ചെയ്യണം. ദാറ്റ്സ് ഈക്വൽ ടു dy ബൈ dt ഡിവൈഡഡ് ബൈ dx ബൈ dt ഈക്വൽ ടു dy ബൈ dt എന്ന് പറഞ്ഞാൽ എന്താണ്?
minus 3 cos square t sin t cos 2t plus cos square t sin 2t divided by cos 2t into root of cos 2t all divided by 3 sin square t cos t cos 2t plus sin cube t into sin 2t divided by cos 2t into root of cos 2t. ഈ ടൈം എന്ന് പറഞ്ഞാൽ എ ബൈ ബി ഡിവൈഡഡ് ബൈ സി ബൈ ബി ഫോമിലാണ്. അതായത് എ ബൈ ബി ഡിവൈഡഡ് ബൈ സി ബൈ ബി. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? എ ബൈ ബി ഇൻറ്റു ബി ബൈ സി എന്ന് എഴുതാം. ഈ ബിയും ബിയും ക്യാൻസൽ ചെയ്ത് പോലോ. അതുപോലെ നമുക്ക് ഈ ഡി വൈ ബൈ ഡി ടിയിലെ ഡിനോമിനേറ്ററും ഡി എക്സ് ബൈ ഡി ടിയിലെ ഡിനോമിനേറ്ററും ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് സാധിക്കും. ബാലൻസ് നമുക്ക് എന്ത് കിട്ടും? ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 3 കോസ് സ്ക്വയർ ടി സൈൻ ടി ഇൻറ്റു കോസ് 2t പ്ലസ് കോസ് സ്ക്വയർ ടി ഇൻറ്റു സൈൻ 2t ഡിവൈഡഡ് ബൈ 3 സൈൻ സ്ക്വയർ ടി ഇൻറ്റു കോസ് ടി ഇൻറ്റു കോസ് 2t പ്ലസ് സൈൻ ക്യൂബ് ടി ഇൻറ്റു സൈൻ 2t. ഇവിടെ സൈൻ 2t ഉണ്ട്. നമ്മൾ പഠിച്ചു സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 സൈൻ തീറ്റ കോസ് തീറ്റയാണ്. സോ ഈ സൈൻ 2 തീറ്റയ്ക്ക് നമുക്ക് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ കോസ് 2t ഉണ്ട്. അപ്പോൾ കോസ് 2tക്ക് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? കോസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 അതുപോലെ തന്നെ 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞ ഫോർമുലാസ് പഠിച്ചിട്ടുണ്ട്. ഈ രണ്ട് ഫോർമുല നമുക്കിവിടെ അപ്ലൈ ചെയ്യണം. ഇനി ഈ ക്വസ്റ്റ്യൻ ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് പ്രോബ്ലം അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും. ബട്ട് ഇത് പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞ് വരാറുണ്ട്. അതായത് പാരാമീട്രിക് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് കൂടുതലും പ്രൂവ് ദാറ്റ് ആയിട്ട് വരാറ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് മൈനസ് കോട്ട് 3t എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിലായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഈ സൈൻ 2tനെയും കോസ് 2tനെയും ചേഞ്ച് ചെയ്യുന്നത്. ഇനി കോട്ട് വരണമെങ്കിൽ നമുക്കറിയാം കോസ് ബൈ സൈൻ വരണം. സോ നമ്മൾ ന്യൂമിനേറ്ററിൽ കൂടുതലും കോസിന്റെ ഫോമിലും ഡിനോമിനേറ്ററിൽ സൈൻ്റെ ഫോമിലോട്ടാണ് കൊണ്ടുവരുന്നത്. ഇപ്പൊ എങ്ങനെ വരും? ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 3 കോസ് സ്ക്വയർ ടി സൈൻ ടി. കോസ് 2tക്ക് നമ്മൾ കോസിന്റെ ഫോർമുല കൊടുക്കാണ്. എന്തിനാണ്? നമുക്ക് ആൻസർ കിട്ടേണ്ടത് കോട്ടിന്റെ ഫോർമാറ്റിലാണ്. സോ ഇവിടെ എന്ത് വരും? 2 കോസ് സ്ക്വയർ ടി മൈനസ് 1 പ്ലസ് ഇവിടെ എന്ത് വരും? കോസ് സ്ക്വയർ ടി ഇൻറ്റു സൈൻ 2t ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? 3 സൈൻ സ്ക്വയർ ടി ഇൻറ്റു കോസ് ടി ഇൻറ്റു ഡിനോമിനേറ്ററിൽ നമുക്ക് എന്തിന്റെ ഫോർമുല വേണ്ടേ? സൈൻ്റെ ഫോർമുല വേണ്ടേ? സോ നമ്മൾ ഈ കോസ് 2tനെ സൈൻ്റെ ഫോർമുലോട്ട് എടുക്കുകയാണ്. ദാറ്റ് ഈസ് 1 മൈനസ് 2 സൈൻ സ്ക്വയർ ടി പ്ലസ് ബാലൻസ് എന്തുണ്ട്? സൈൻ ക്യൂബ് ടി ഇൻറ്റു ഈ സൈൻ 2tനെ നമ്മൾ എന്ത് എഴുതും? 2 സൈൻ ടി കോസ് ടി. അതുപോലെ തന്നെ ന്യൂമിനേറ്ററിലും ഈ സൈൻ 2tക്ക് പകരം എന്ത് കൊടുക്കാം? നമുക്ക് 2 സൈൻ ടി കോസ് ടി. നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഒരു കോസ് സ്ക്വയർ ടി ഉണ്ട്, സൈൻ ടി ഉണ്ട്. ഇവിടെ കോസ് സ്ക്വയർ ടി സൈൻ ടി ഉണ്ട്. അതിന് ഔട്ട് സൈഡ് എടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു കോസ് സ്ക്വയർ ടി ഇൻറ്റു സൈൻ ടി ഇൻറ്റു മൈനസ് 3 ഇൻറ്റു 2 കോസ് സ്ക്വയർ ടി മൈനസ് 1 പ്ലസ് ഇവിടുന്ന് കോസ് സ്ക്വയർ ടി ഔട്ട് സൈഡ് പോകുന്നു, അതുപോലെ തന്നെ സൈൻ ടി ഔട്ട് സൈഡ് പോകുന്നു. ബാലൻസ് എന്ത് വരും? 2 കോസ് സ്ക്വയർ ടി ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നോക്കിയേ ഇവിടെ ഒരു സൈൻ സ്ക്വയർ ടി ഉണ്ട്, കോസ് ടി ഉണ്ട്. അത് ഔട്ട് സൈഡ് എടുക്കാം. ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ ടി ഇൻറ്റു കോസ് ടി ഇൻറ്റു ബാലൻസ് എന്ത് വരും? 3 ഇൻറ്റു 1 മൈനസ് 2 സൈൻ സ്ക്വയർ ടി പ്ലസ് ഇവിടുന്ന് സൈൻ സ്ക്വയർ ടിയും കോസ് ടി ഔട്ട് സൈഡ് പോകുന്നു. ബാലൻസ് എന്ത് വരും? 2 സൈൻ സ്ക്വയർ ടി. ദാറ്റ്സ് ഈക്വൽ ടു ഈ സൈൻ ടിയും ഇവിടുത്തെ ഒരു സൈൻ ടിയും ക്യാൻസൽ ചെയ്ത് പോയി. അതുപോലെ തന്നെ ഈ കോസ് ടിയും ഇവിടുത്തെ ഒരു കോസ് ടിയും ക്യാൻസൽ ചെയ്ത് പോയി. ബാലൻസ് ന്യൂമിനേറ്ററിൽ എന്ത് വരും? കോസ് ടി ഇൻറ്റു ഇത് എക്സ്പാൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് മൈനസ് 3 ഇൻറ്റു 2 കോസ് സ്ക്വയർ ടി മൈനസ് 6 കോസ് സ്ക്വയർ ടി മൈനസ് 3 ഇൻറ്റു മൈനസ് 1 പ്ലസ് 3 പ്ലസ് 2 കോസ് ടി ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്ത് വരും? സൈൻ ടി ഇൻറ്റു 3 ഇൻറ്റു 1 3 മൈനസ് 3 ഇൻറ്റു 2 സൈൻ സ്ക്വയർ ടി 6 സൈൻ സ്ക്വയർ ടി പ്ലസ് 2 സൈൻ സ്ക്വയർ ടി.
ദാറ്റ്സ് ഈക്വൽ ടു എന്തൊരു കോസ് ടി ഇൻറ്റു -6 കോസ് സ്ക്വയർ ടി പ്ലസ് 2 കോസ് സ്ക്വയർ ടി ദാറ്റ് ഈസ് -4 കോസ് സ്ക്വയർ ടി പ്ലസ് 3 ഡിവൈഡഡ് ബൈ സൈൻ ടി ഇൻറ്റു 3 മൈനസ് 6 സൈൻ സ്ക്വയർ ടി പ്ലസ് 2 സൈൻ സ്ക്വയർ ടി ദാറ്റ് ഈസ് 4 സൈൻ സ്ക്വയർ ടി. ഇതൊന്ന് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് -4 കോസ് ക്യൂബ് ടി പ്ലസ് 3 കോസ് ടി ഡിവൈഡഡ് ബൈ 3 സൈൻ ടി -4 സൈൻ ക്യൂബ് ടി. ഈ ന്യൂമിനേറ്റർ നോക്കിയേ, -4 കോസ് ക്യൂബ് ടി പ്ലസ് 3 കോസ് ടി. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോസ് 3 തീറ്റ എന്ന് പറഞ്ഞാൽ 4 കോസ് ക്യൂബ് തീറ്റ -3 കോസ് തീറ്റ ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മൈനസ് എക്സ്ട്രാ ആണ്. സോ ഞാൻ ഈ മൈനസിന് ഔട്ട് സൈഡ് എടുക്കണം. അപ്പൊ എന്ത് വരും? -4 കോസ് ക്യൂബ് ടി -3 കോസ് ടി ഡിവൈഡഡ് ബൈ 3 സൈൻ ടി -4 സൈൻ ക്യൂബ് ടി ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇതെന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കോസ് 3 തീറ്റ. ഇവിടെ ടി ആയതുകൊണ്ട് നമുക്ക് ഇതിനെന്ത് എഴുതാം? കോസ് 3t ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലെ ഫോർമുല എന്ന് പറയുന്നത് നമുക്കറിയാം ദാറ്റ് ഈസ് സൈൻ 3t ആണ്. ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? ദിസ് ഈക്വൽ ടു കോസ് ബൈ സൈൻ എന്ന് പറഞ്ഞാൽ കോട്ട് 3t. ഇതിൽ ഓരോ ഇക്വേഷൻസും ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ പ്രൂവ്ഡായിട്ട് വരാണെങ്കിൽ ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കുള്ളൂ. നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ. ഇഫ് x ഈക്വൽ ടു റൂട്ട് ഓഫ് a റേസ് ടു സൈൻ ഇൻവേഴ്സ് t, y ഈക്വൽ ടു റൂട്ട് ഓഫ് a റേസ് ടു കോസ് ഇൻവേഴ്സ് t, ഷോ ദാറ്റ് dy ബൈ dx ഈക്വൽ ടു -y ബൈ x. ഇവിടെ നമുക്ക് ഡയറക്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താ? ഷോ ദാറ്റ് തന്നെയാണ്. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ ഫസ്റ്റ് എന്ത് ചെയ്യണം? dx ബൈ dt ഈക്വൽ ടു d ബൈ dt ഓഫ് റൂട്ട് ഓഫ് a റേസ് ടു സൈൻ ഇൻവേഴ്സ് t. ഇവിടെ പവർ വന്നിട്ടുണ്ട്. പവർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്? റൂട്ടാണ്. അപ്പൊ റൂട്ടിന്റെ ഡെറിവേറ്റീവ് എന്താണ്? അതായത് റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്. അപ്പൊ അത് നമ്മൾ ഈ ഫോർമുലയിലൂടെ അപ്ലൈ ചെയ്യണം. ദാറ്റ്സ് ഈക്വൽ ടു 1/2 റൂട്ട് ഓഫ് a റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു ഇനി റൂട്ടിന്റെ ഉള്ളിലോട്ട് കിടക്കുമ്പോൾ എന്ത് വരും? a റേസ് ടു സൈൻ ഇൻവേഴ്സ് ടിയുടെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് d ബൈ dt ഓഫ് a റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി ദാറ്റ്സ് ഈക്വൽ ടു 1/2 റൂട്ട് ഓഫ് a റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു a റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോഗരിതമിക്കിൽ പഠിച്ചു a റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് a ആണ്. ഇവിടെ എക്സിന്റെ പ്ലേസിൽ സൈൻ ഇൻവേഴ്സ് ടി ആണ്. സോ a റേസ് ടു സൈൻ ഇൻവേഴ്സ് ടിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? a റേസ് ടു എക്സ്, അതായത് a റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു ലോഗ് a ഇൻറ്റു നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ a റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്ത് ഇനി a റേസ് ടു എക്സിന്റെ ഉള്ളിൽ ഈ എക്സ് എന്ന് പറയുന്നത് മറ്റൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യണം. ദാറ്റ് ഈസ് d ബൈ dt ഓഫ് സൈൻ ഇൻവേഴ്സ് ടി ദാറ്റ്സ് ഈക്വൽ ടു a റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു ലോഗ് a ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് a റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ടിയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1/√1 മൈനസ് ടി സ്ക്വയർ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നോക്കിയേ, a റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു ലോഗ് a ഡിവൈഡ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് a റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി. അതായത് 2 ഡിവൈഡഡ് ബൈ √2. 2 ഡിവൈഡ് ബൈ √2നെ നമുക്ക് എന്ത് എഴുതാം? അതായത് 2 എന്ന് പറഞ്ഞാൽ √2 ഇൻറ്റു √2 ആണ്. ഡിവൈഡഡ് ബൈ √2 എന്ന് പറഞ്ഞാൽ ഈ √2 ക്യാൻസൽ ചെയ്ത് ബാലൻസ് എന്തൊരു √2 വരും. സോ ഈ ടൈമിനെ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം? ദാറ്റ് ഈസ് റൂട്ട് ഓഫ് a റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു ലോഗ് a ഡിവൈഡഡ് ബൈ a ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് ടി സ്ക്വയർ. ഇതായിരിക്കും dx ബൈ dt എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് dy ബൈ dt ഫൈൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് d ബൈ dt ഓഫ് റൂട്ട് ഓഫ് a റേസ് ടു കോസ് ഇൻവേഴ്സ് ടി. അതായത് ഇവിടെ നമ്മൾ എക്സിന്റെ ചെയ്ത പോലെ തന്നെ വൈനും ഫൈൻഡ് ചെയ്യണം. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇവിടെ റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 1/2 റൂട്ട് ഓഫ് a റേസ് ടു കോസ് ഇൻവേഴ്സ് ടി ഇൻറ്റു d ബൈ dt ഓഫ് a റേസ് ടു കോസ് ഇൻവേഴ്സ് ടി ദാറ്റ്സ് ഈക്വൽ ടു 1/2 റൂട്ട് ഓഫ്
എ റേസ് ടു കോസ് ഇൻവേഴ്സ് ടി ഇൻറ്റു എ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എ റേസ് ടു എക്സ്, ദാറ്റ് ഈസ് എ റേസ് ടു കോസ് ഇൻവേഴ്സ് ടി ഇൻറ്റു ലോഗ് എ, ദിസ് ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് നെക്സ്റ്റ് എന്തെടുക്കണം കോസ് ഇൻവേഴ്സ് ടി, ദാറ്റ്സ് ഈക്വൽ ടു 1/2 root of a raised to cos inverse t into a raised to cos inverse t into log a into cos inverse t യുടെ ഡെറിവേറ്റീവ് -1 divided by root of 1 minus t square. That's equal to ഇവിടെ നമുക്ക് a inverse cos inverse t യും ഇവിടുത്തെ root of a inverse cos inverse t നും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ എന്ത് വരും? root of a inverse cos inverse t into log a, ഇവിടെ ഒരു -1 ഉണ്ട്, that is minus of divided by 2 root of 1 minus t square. അപ്പോൾ നമ്മൾ dy by dt യും dx by dt യും ഫൈൻഡ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യാം? dy by dx ഫൈൻഡ് ചെയ്യാം. dy by dx ഈക്വൽ ടു എന്ത് കിട്ടും? dy by dt divided by dx by dt ഈക്വൽ ടു dy by dt എന്ന് പറഞ്ഞാൽ മൈനസ് റൂട്ട് എ റേസ് ടു കോസ് ഇൻവേഴ്സ് ടി ഇൻറ്റു ലോഗ് എ ഡിവൈഡഡ് ബൈ 2 റൂട്ട് ഓഫ് 1 മൈനസ് ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു ലോഗ് എ ഡിവൈഡഡ് ബൈ 2 റൂട്ട് ഓഫ് 1 മൈനസ് ടി സ്ക്വയർ. ഇവിടുത്തെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയതുകൊണ്ട് തന്നെ അത് ക്യാൻസൽ ചെയ്ത് പോകും. ബാലൻസ് എന്ത് വരും? മൈനസ് റൂട്ട് ഓഫ് എ റേസ് ടു കോസ് ഇൻവേഴ്സ് ടി ഇൻറ്റു ലോഗ് എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു ലോഗ് എ. ലോഗ് എയും ക്യാൻസൽ ചെയ്ത് പോയി. ബാലൻസ് എന്ത് വരും? മൈനസ് ഓഫ് റൂട്ട് ഓഫ് എ റേസ് ടു കോസ് ഇൻവേഴ്സ് ടി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്തായിരുന്നു? -y/x ആണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കിയേ, ഈ ന്യൂമിനേറ്റർ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന y ആണല്ലോ, ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഗിവൺ x ആണ്. സോ നമുക്ക് ഇതിന് എന്ത് എഴുതാം? ഈക്വൽ ടു മൈനസ് ഇവിടെ ഉള്ളതാണ്, ബാലൻസ് എന്നിട്ട് y/x.